ഹായ് ഫ്രണ്ട്സ്, ശ്രീ PSC വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് കേട്ടോ. ക്ലാസ് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻസ് ആയ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക്, കമ്പനി ബോർഡ് LGS പോലെയുള്ള VFA, ബെബ്കോ പോലുള്ള പരീക്ഷകൾക്ക് ഉപകാരപ്രദമാവണ്ണമാണ് ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് അനുച്ഛേദം 300A കൊണ്ടുവന്നത്? എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് അനുച്ഛേദം 300A കൊണ്ടുവന്നത്? ഏത് ഭേദഗതിയിലൂടെയാണ്? ആൻസർ വരുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? ഓപ്ഷനുണ്ട്. ഓപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ, ഇപ്പം തന്നെ കിട്ടിക്കാണും. 42-ാം ഭേദഗതിയാണോ, 44-ആണോ, 64-ആണോ, 73-ആണോ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, 44-ാം ഭേദഗതിയാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ നമുക്കറിയാം മൗലിക അവകാശങ്ങൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. എന്നാൽ നിലവിൽ 6 എണ്ണേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അത് 6 ആയത്? 7-ാമത്തേത് എവിടെ പോയി? സ്വത്തവകാശം. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമായി മാറി. ഏത് ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭേദഗതി വഴി എങ്ങോട്ടേക്ക് മാറ്റി? ആ സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശമായിരുന്ന സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയത് എന്താണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. വർഷം 1976. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം എത്രയാണ്? ആർട്ടിക്കിൾ എത്രയാ? സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 300A ആണ് അല്ലേ, 300A ആണ്. ഇനി നമുക്കറിയാം അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭേദഗതി ഉണ്ട് നമുക്ക്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42-ാം ഭരണഘടനാ ഭേദഗതി അല്ലേ. 42-ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അല്ലേ. 42-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന പ്രധാനമന്ത്രി നമുക്കറിയാം ഇന്ദിരാഗാന്ധിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാടാ? രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് അല്ലേ. ഈ 42-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന പ്രധാനമന്ത്രി ചോദിക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയും, രാഷ്ട്രപതി ചോദിക്കുകയാണെങ്കിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. അപ്പോൾ നമ്മൾ സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭേദഗതി 44 ആണെന്ന് പറഞ്ഞു. അതിൻ്റെ വർഷം 1978 ആണ്. ഓക്കെ, ആ സമയത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ സ്വത്തവകാശം നിയമാവകാശം ആക്കി മാറുന്ന ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? നമ്മുടെ ആരാണ്ടാ? മൊറാർജി ദേശായി ആണ് അല്ലേ. പ്രസിഡന്റ് ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ് അല്ലേ. നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? പഞ്ചവത്സര പദ്ധതികളൊക്കെ പഠിച്ചിട്ട് പോകണം, പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കുക. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, നിങ്ങൾക്കറിയാം അല്ലേ. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായിട്ട് സ്വീകരിച്ചത്? ഏതാ? നിങ്ങൾക്ക് കിട്ടിയോ? ആൻസർ കിട്ടിയോ? 5-ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഒന്ന് പറയാമോ? കാലഘട്ടം എന്നാടാ? 1974 മുതൽ 79 വരെയായിരുന്നു 5-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 5-ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? തയ്യാറാക്കിയത് DP ധർ ആണ് അല്ലേ. DP ധർ ആണ് 5-ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത്. എന്തായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം? ഗരീബി ഹട്ടാവോ. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യമാണ് 5-ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് 5-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1-ാം പഞ്ചവത്സര പദ്ധതി ഉണ്ടല്ലോ, 1-ാം പഞ്ചവത്സര പദ്ധതി 1951 സ്റ്റാർട്ട് ചെയ്ത് 56 അവസാനിക്കുന്ന 1-ാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്? കൃഷി മേഖലയ്ക്കാണ് അല്ലേ. കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത് 1-ാം പഞ്ചവത്സര പദ്ധതി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആകെ എത്ര പഞ്ചവത്സര പദ്ധതികളാണ് നടപ്പിലാക്കിയത്? ആകെ 12 പഞ്ചവത്സര പദ്ധതികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാടാ? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി ആരാണ്? PC മഹലനോബിസ് ആണ് അല്ലേ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന് ചോദിച്ചാൽ അത് PC മഹലനോബിസ് ആണ്.
അങ്ങനെയാണെങ്കിൽ വിശ്വേശ്വരയ്യ ആരാണ്ടാ? വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് അല്ലേ? പിതാവ് എന്ന് ചോദിച്ചാലാണ് വിശ്വേശ്വരയ്യ പറയേണ്ടത്. ഈ വിശ്വേശ്വരയ്യയുടെ പ്രസിദ്ധമായ പുസ്തകം ഉണ്ടല്ലോ, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഏതാത്? പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ഏതാടാ? പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആസൂത്രണ കമ്മീഷൻ എന്ന നിലവിൽ വരുന്നത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഈ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇതിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്ടാ? ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് അല്ലേ? ഗുൽസാരിലാൽ നന്ദയാണ്. അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ പറയണം, അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ഞാൻ വ്യക്തികളെ ഒന്ന് പറയാം. ജവഹർലാൽ നെഹ്റു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, VL മിത്തർ, KM മുൻഷി. അപ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നവരാരൊക്കെയാണെന്ന് അറിയണം. എന്നാലേ നമുക്ക് ഇതിൽ നിന്ന് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇല്ലാതിരുന്നത് ആരാന്നാ ചോദ്യം. അപ്പോൾ അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? ആൻസർ ഏതാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ബാക്കി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, VL മിത്തർ, KM മുൻഷിയൊക്കെ എന്താടാ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മേജർ കമ്മിറ്റി ഉണ്ടായിരുന്നു, മൈനർ കമ്മിറ്റികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്നറിയപ്പെടുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? BR അംബേദ്കർ ആണ് അല്ലേ? BR അംബേദ്കർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാടാ? സ്ഥിരം അധ്യക്ഷൻ എപ്പോഴും ചോദിക്കുന്നതാണ് PSC. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്നാൽ താൽക്കാലിക അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലോ? താൽക്കാലിക അധ്യക്ഷൻ ആരാടാ? താൽക്കാലിക അധ്യക്ഷൻ ആരാന്ന് പറഞ്ഞേ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് ആരാന്ന് പറയാമോ? ഇന്ത്യക്ക് എന്ത് വേണം? ഒരു ഭരണഘടനാ അസംബ്ലി വേണം എന്നൊരാശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് MN റോയി ആണ്. ഏത് വർഷമാണ്? 1934. 1934 MN റോയി ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി വേണം എന്നൊരാശയം കൊണ്ടുവരുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദാന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ സെക്രട്ടറി ആരാടാ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? HVR അയ്യങ്കാർ ആണ് അല്ലേ? ആരാണ്? HVR അയ്യങ്കാർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം വിത്ത് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാമോ? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് 1946 ഡിസംബർ 6. 46 ഡിസംബർ 6. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലോ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ഓക്കെ. ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യം സമ്മേളിക്കുന്നത് എന്നായിരുന്നു? അത് ഡിസംബർ 9 അല്ലേ? 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഇതിലാണ് എന്താണ്? ഇതിനൊരു താൽക്കാലിക അധ്യക്ഷൻ വേണം എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്നാണ്? 1946 ഡിസംബർ 9. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് 1946 ഡിസംബർ 6. ഓക്കെ, തിരിഞ്ഞു പോകരുത്. അപ്പോൾ സ്ഥിരം അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്നാണ് രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാമോ? 1946 ഡിസംബർ 11 അല്ലേ? 11. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖം എന്ന പേരിൽ മാറുന്നത് അല്ലേ? ഈ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയത്തെ അംഗീകരിക്കുന്ന എന്നായിരിക്കും? തൊട്ടടുത്ത വർഷം, അതായത് 1947 ജനുവരി 22. ഓക്കെ അല്ലേടാ? സെറ്റല്ലേ ഈ ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്ട്സും ഓക്കെ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യനെ, തന്നിരിക്കുന്നവരിൽ
കേരളത്തിൽ നിന്നുള്ള ഏതു വനിതയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാതിരുന്നത്? തന്നിരിക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ള ഏതു വനിതയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാതിരുന്നത്? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ. ഏതാണ് ആൻസർ വരുന്നത്? അപ്പോൾ നമുക്കറിയണം ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നവരാരൊക്കെയാണെന്ന് അറിഞ്ഞെങ്കിൽ അംഗമല്ലാതിരിക്കുന്ന ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 മലയാളി വനിതകളുണ്ടായിരുന്നു അല്ലേ. അതാരൊക്കെയായിരുന്നു? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ഈ എയും സിയും ഡിയും ശരിയാണ് അല്ലേ. അപ്പോൾ അംഗമല്ലാതിരുന്ന ആരായിരിക്കും? അപ്പോൾ അക്കാമ ചെറിയാനാണ്. ഓപ്ഷൻ സി ആണ്, അക്കാമ ചെറിയാനാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ മദ്രാസ് പ്രവിശ്യയെ പ്രതിനിധാനം ചെയ്ത ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധനാണ് അല്ലേ. ദാക്ഷായണി വേലായുധനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മദ്രാസ് പ്രവിശ്യയെ പ്രതിനിധാനം ചെയ്ത ഏക ദളിത് വനിത. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിതയായിരുന്നു ആര്? ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇടക്കാല പാർലമെന്റ്, ലോകസഭ, രാജ്യസഭ എന്നിങ്ങനെ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ഏക മലയാളി വനിത ആരാണടാ? അത് അമ്മു സ്വാമിനാഥനാണ്. എന്താണ് അമ്മു സ്വാമിനാഥൻ്റെ പ്രത്യേകത? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇടക്കാല പാർലമെന്റ്, ലോകസഭ, രാജ്യസഭ എന്നിങ്ങനെ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ഏക മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാണ്? അക്കാമ ചെറിയാനാണ്. ഓക്കെ, ഭരണഘടനയുടെ കരട് രേഖയിൽ ഒപ്പിട്ട മലയാളിയായ വനിത ആരാണ്? ഭരണഘടനയുടെ കരട് രേഖയിൽ ഒപ്പിട്ട മലയാളിയായ വനിത ആരാണ്? അത് ആനി മസ്ക്രീൻ ആണ് അല്ലേ. ആനി മസ്ക്രീൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണത്? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ. ഓക്കെ, ഈ ദാക്ഷായണി വേലായുധൻ്റെ പ്രത്യേകത എന്തായിരുന്നു ദാക്ഷായണി വേലായുധൻ? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഉള്ള ഏക ദളിത് വനിതയാണ് അല്ലേ. ഏക ദളിത് വനിതയാണ് ആര്? ദാക്ഷായണി. ദാക്ഷായണി അങ്ങനെ കണക്ട് ചെയ്യാലോ, ദാക്ഷായണി വേലായുധൻ. ഓക്കെ അല്ലേടാ, സെറ്റല്ലേ ഈ ക്വസ്റ്റ്യൻ, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. 1857 കലാപകാലത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? 1857 കലാപകാലത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നടാ? കാനിങ് ആണോ, ഡൽഹൌസി ആണോ, എൽജിൻ പ്രഭു ആണോ, ലിറ്റൺ പ്രഭു ആണോ? ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണും. കാനിങ് ആണ് അല്ലേ. കാനിങ് പ്രഭുവാണ്. 1857 കലാപമൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പരീക്ഷ എഴുതുന്നവരല്ലേ നിങ്ങൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ് അല്ലേ 1857 കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ കലാപകാലത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ആൻസർ പറഞ്ഞു, അത് കാനിങ് ആണ് അല്ലേ. കാനിങ് പ്രഭുവാണ്. അങ്ങനെയാണെങ്കിൽ 1857 കലാപം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. നിങ്ങൾക്കറിയാം അല്ലേ. 1857 മെയ് 10 സ്റ്റാർട്ട് ചെയ്തത്. അതും ആ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. ചോദിച്ചിട്ടുണ്ട്, PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആരെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് കലാപകാരികൾ പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരെയാണ്? ഈ ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിട്ട് ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, 1857 കലാപകാലത്തെ ആദ്യത്തെ രക്തസാക്ഷി. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1857 കലാപകാലത്തെ ആദ്യത്തെ രക്തസാക്ഷി ആരാടാ? മംഗൾ പാണ്ഡെ ആണ് അല്ലേ. മംഗൾ പാണ്ഡെ. ഈ മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സൈനിക ഇതുണ്ടായിരുന്നു അല്ലേ. സൈനിക പടയുണ്ടായിരുന്നല്ലോ. അതിൻ്റെ പേരെന്തായിരുന്നു? 34ാം തദ്ദേശീയ കാലാൾപ്പട അല്ലേ. അതിൽ 6ാം കമ്പനിയിലാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നത്. മംഗൾ പാണ്ഡെ 34ാം തദ്ദേശീയ കാലാൾപ്പടയുടെ 6ാം കമ്പനിയിലാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത്. ഓക്കെ, ഗറില്ല യുദ്ധമുറകൾക്ക് പ്രസിദ്ധനായ കലാപ നേതാവാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിനെ അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന യുദ്ധമുറ ഏതാണ്? ഗറില്ല യുദ്ധമുറകളാണ്. ഓക്കെ, ഇനി 1857 കലാപത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയ റാണി ലക്ഷ്മിബായി അല്ലേ. അപ്പോൾ റാണി ലക്ഷ്മിബായി ആണ് 1857 കലാപത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത്. ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. അവരുടെ യഥാർത്ഥ പേരെന്താണ്?
റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ് കേട്ടോ, മണികർണിക എന്നാണ്. ബീഹാറിലെ ജഗദീഷ് പൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കൻവർ സിംഗ് ആണ് അല്ലേ, കൻവർ സിംഗ്. ബീഹാറിലെ ജഗദീഷ് പൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കൻവർ സിംഗ് ആണ്. ഓക്കെ. ഡൽഹിയിൽ കലാപം നയിച്ചത് ആരായിരുന്നടാ? ബഹദൂർ ഷാ. നമ്മൾ സെക്കൻഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ബഹദൂർ ഷായുടെ ജനറലായിരുന്ന ഭക്ത് ഖാനാണ് ഡൽഹിയിൽ കലാപം നയിച്ചിരുന്നത്. ഭക്ത് ഖാനാണ് ഡൽഹിയിൽ കലാപം നയിച്ചത്. ഇനി നിങ്ങൾ നാനാ സാഹിബിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നാനാ സാഹിബ്. ഈ നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ താന്തിയ തോപ്പി. ഗറില്ല യുദ്ധമുറകളൊക്കെ പ്രയോഗിച്ച താന്തിയ തോപ്പി ഇല്ലേ? അപ്പോൾ ഈ നാനാ സാഹിബും താന്തിയ തോപ്പിയും എവിടെയായിരുന്നു വിപ്ലവത്തിന് നേതൃത്വം വഹിച്ചതെന്ന് അറിയാമോ? അത് കാൺപൂരിലായിരുന്നു അല്ലേ, കാൺപൂരിലായിരുന്നു ഈ നാനാ സാഹിബും അതുപോലെ താന്തിയ തോപ്പിയും 1857 കലാപത്തിന് നേതൃത്വം വഹിച്ചത്. അതും ചോദിക്കാറുണ്ട് PSC. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ തൽക്കാലം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണേ. നാളെ നമുക്ക് വീണ്ടും ക്ലാസ്സുകളായിട്ട് ഞാൻ വരും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.